ഒരു പ്രധാനപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി വരികയാണ്. കോടതിയലക്ഷ്യ ഹർജിയുമായി സമസ്ത സുപ്രീം കോടതിയിൽ സമീപിക്കുന്നു. വിദ്വേഷ പ്രസംഗം, ആൾക്കൂട്ട കൊലപാതകം എന്നിവയിൽ കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ പാലിക്കുന്നില്ല എന്നതാണ് ഈ ഹർജിയുടെ ഉള്ളടക്കം. ബി ബാലഗോപാലിന്റെ ഭാര്യ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഹർജി എപ്പോൾ പരിഗണിക്കപ്പെടും, അതിന്റെ മറ്റു മാനങ്ങൾ എന്താണ്? രതീഷ, രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായ ഈ ആൾക്കൂട്ട ആക്രമണങ്ങളും അതുപോലെ തന്നെ വിദ്വേഷ പ്രസംഗങ്ങളും കൂടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സമസ്ത എന്ന സംഘടന ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സമസ്ത സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് കോടതി അലക്ഷ്യ ഹർജിയാണ്. 2018 തഹ്സീൻ പൂനാവാല കേസിൽ സുപ്രീം കോടതി ഈ രാജ്യത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങളും തടയുന്നതിന് ചില മാർഗരേഖകൾ പുറത്തിറക്കിയിരിക്കുന്നു. പക്ഷേ ആ മാർഗരേഖകൾ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നാണ് സമസ്ത ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2025 മാത്രം ബീഹാറിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ നിരവധി തരത്തിലുള്ള ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടന്നിട്ടുണ്ട് എന്നും ഇതിൽ കുറ്റക്കാർക്കെതിരെ, അതായത് ഈ സുപ്രീം കോടതി പുറത്തുവിച്ചിരിക്കുന്ന മാർഗരേഖ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്നുമാണ് ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ ഈ സമസ്ത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകനായ PS സുൽഫിക്കർ അലി മുഖേനയാണ് സമസ്ത ഈ കോടതിയലക്ഷ്യ ഹർജി, അതായത് 2018 ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹർജി ഇപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അടുത്ത ആഴ്ച ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത. രതീഷ്.